നമുക്കിനി കൊണ്ടുവന്ന് കട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾ ചിരിക്കരുത്, ഇതിനകത്ത് എന്തോ കാണുമെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ ചക്കയൊക്കെ അടുത്തിക്കൊണ്ട് വന്നു. ഒരു വിരൽ നിൽക്കുന്ന ഒരു കൈ നിൽക്കുന്നതൊക്കെ ഉള്ളൂ. എന്തായാലും ഞാനൊന്ന് കട്ട് ചെയ്യുവാണേ. ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാത്തിരുന്ന് ആ ദിവസം എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ വിയറ്റ്നാം എയർലി പ്ലാവ് നട്ടിട്ട് നിങ്ങൾക്കറിയാവുന്നതാണ് നമ്മൾ എന്നാണ് നട്ടതെന്നുള്ളത്. നമ്മൾ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ അന്നാണ് നമ്മളത് നട്ടത്. അച്ഛൻ റിട്ടയർഡൊക്കെ ആയി വന്നിട്ട് നിസാർ കൊണ്ടുവന്ന പ്ലാവായിരുന്നു. അപ്പം അതിനകത്ത് പിന്നെ ഇങ്ങോട്ട് വരുംതോറും വലിയ കനമൊന്നുമില്ല, ഇങ്ങോട്ട് ചുളയൊന്നും കാണത്തില്ല. ആദ്യം പിടിച്ച ചക്കയാണ്. അപ്പം പെട്ടെന്ന് തന്നെ ഇതിനകത്ത് ചക്ക പിടിക്കുകയും ചെയ്തു, പെട്ടെന്ന് തന്നെ ഇത് പഴുക്കുകയും ചെയ്തു. പെട്ടെന്ന് വെച്ചാൽ 4 മാസമായി. 4 മാസം വേണം ഒരു ചക്കയൊക്കെ പരുവായിട്ട് പഴുത്തൊക്കെ കിട്ടാനായിട്ട്. അപ്പം മനസ്സിലായില്ല, എല്ലാവർക്കും ഡൗട്ടാണ് ഒരു ചക്ക എന്നാണ് പിന്നെ പിടിച്ചാലത് വിളയുന്നത് പഴുക്കുന്നതെന്നൊക്കെ ഉള്ളത്. പഴുക്കാൻ ഒരു കറക്റ്റ് 4 മാസമെങ്കിലും എടുക്കും. വളരെ സന്തോഷമുണ്ട്. ഇതിനകത്ത് എന്തോരം ചുളയെ കാണുമെന്നൊന്നും നമുക്കറിയത്തില്ല. എങ്കിലും പലരും പറയുന്നുണ്ടായിരുന്നു ആദ്യം പിടിച്ച ചക്കയെ വെട്ടിക്കളയണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമ്മളതിനെ വെട്ടിക്കളഞ്ഞൊന്നുമില്ല, നമുക്ക് കിട്ടുന്ന ആവട്ടെ എന്ന് കരുതിയിട്ട് നമ്മളങ്ങ് വളർത്തുമായിരുന്നു. അപ്പോൾ നമ്മുടെ വേറെ ഒന്നും കൂടി ഇവിടെ കിടപ്പുണ്ട്. അതിനെ മണ്ണിൽ കിടത്തണ്ട എന്ന് കരുതിയിട്ട് നമ്മൾ അതിനെ ചാക്കിനകത്ത് കരിയിലൊക്കെ നിറച്ചിട്ട് അങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഒരുപാട് വലിപ്പമില്ല എങ്കിൽ തന്നെ നമുക്കത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമല്ലേ. ഈ കുഞ്ഞ് പ്ലാവിനകത്ത് നമുക്ക് 2 ചക്ക കിട്ടിയെന്നുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല മണം കേട്ടോ. ഞങ്ങൾ ഗാർഡൻ വീഡിയോ എടുക്കാനായിട്ട് വന്നപ്പോൾ ഇവിടെ ചക്കയുടെ മണം വരുന്നത്. അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മുടെ ഈ കുഞ്ഞമ്മണി കണ്ട പഴുത്ത് നിൽക്കും, ഞെങ്ങും ഉള്ളുന്നുണ്ട്. അപ്പോൾ ഈ നിൽക്കുന്ന ഈ കറുത്ത ഭാഗത്തൊക്കെ ചുള കാണത്തുള്ളൂ. എന്തായാലും നമുക്ക് വെട്ടിയെടുക്കാം. നല്ല അടിപൊളി മണമാണ് കേട്ടോ, ഇത് സൂപ്പർ മണമുണ്ട്. നമുക്ക് വെട്ടിയെടുക്കാം. നമുക്കിനി കൊണ്ടുവന്ന് കട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾ ചിരിക്കരുത്, ഇതിനകത്ത് എന്തോ കാണുമെന്ന് നമുക്കറിയത്തില്ല. എങ്കിൽ തന്നെ നമുക്ക് ഇത്രയും തന്നെ കണ്ടപ്പോൾ ഒരു സന്തോഷം. ഇപ്പോൾ കറ പോകുന്ന സ്ഥിതിക്ക് ഇച്ചിരി കൂടെ പഴുക്കാനുണ്ട്. എന്നാലും നമുക്ക് നമുക്ക് എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയിൽ നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. മണം ഉള്ളതുകൊണ്ട് ഒരു 2 ദിവസം കഴിഞ്ഞ് വെട്ടാ എന്ന് കരുതിയാൽ അണ്ണാനും പോവാനും മറ്റുള്ള ജീവികൾ തന്നത് വരുത്തില്ല. അതെ, അതുകൊണ്ട് അങ്ങനെ ഒരു റിസ്ക് നമ്മൾ എടുക്കുന്നില്ല. ആദ്യം പിടിച്ചതിനെ അണ്ണാനും കൊടുത്താലോ ഇല്ലയോ? നമുക്ക് തന്നെ നോക്കാം എന്താണെന്ന്. ആര് കഴിക്കണമെന്ന് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ അറിയാം. അപ്പോൾ നമ്മുടെ വിയറ്റ്നാം എയർലി പ്ലാവ് നടുന്ന വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും പപ്പയും കൂടെ ആയിരുന്നു ഇത് നട്ടത്. എബിനും ഉണ്ടായിരുന്നു അന്നേരം. അപ്പം നമ്മളൊരു റിങ്ങിനകത്താണ് നട്ടിരിക്കുന്നത്. ആ നട്ട വീഡിയോ ഒക്കെ നിങ്ങളെ കണ്ടു നോക്കിയാൽ ഇതേപോലെ നിങ്ങൾക്കും പെട്ടെന്ന് ഇതേപോലെ ചക്കയൊക്കെ വെട്ടിയെടുക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് ഇടയ്ക്കൊക്കെ ഇനി എന്തെങ്കിലുമൊക്കെ വളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഫിഷ് അമിനൊക്കെ ഇടയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. നമ്മുടെ കൈവശമുള്ള എന്തെങ്കിലും വളം ഇട്ടാൽ മതി. ഇതിന് പ്രത്യേകിച്ച് വളവും കാര്യവും അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ എനിക്ക് കിട്ടുന്നതായ കഞ്ഞിവെള്ളം അതൊക്കെ ഞാൻ അതിനകത്ത് കൊണ്ടുവന്ന് ഒഴിക്കാറുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളും ഇതേപോലെ ഒരു വിയറ്റ്നാം എയർലി പ്ലാവ്, അതുപോലെ പല ടൈപ്പിലുള്ളതായ പ്ലാവുകളൊക്കെ ഉണ്ട്, ഇങ്ങനെ കുള്ളൻ പ്ലാവൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിച്ച് നടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ മാസവും ഇങ്ങനെ ചക്കയൊക്കെ അടത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ ചക്കയുടെ സീസണല്ല എങ്കിൽ തന്നെ നമുക്കിപ്പോൾ ഒരു ചക്ക അടത്താനായിട്ട് പറ്റി. ഇപ്പം ഇങ്ങനെയുള്ള പ്ലാവ് നടുകയെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളതായ പ്രയോജനങ്ങളൊക്കെ ഉണ്ട്. വിയറ്റ്നാം വേളി ചക്ക ഉണ്ടോ ഇവിടെ? കണ്ട ഇത് കണ്ട മണം കണ്ട? മണം 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 നല്ല മണം. കോഴി ഇറച്ചി പൊരിച്ച മണം, കോഴിൻ്റെ ഇറച്ചി. ബ്രൗണിക്ക് മണം വന്നോ? ബ്രൗണിക്ക് മണം വന്നോ? അത്ര മണത്താൽ മതി, അത്ര. ഓ നല്ല മണം, നല്ല മണം, നല്ല മണം. നല്ല ഉണ്ടോ നോക്കട്ടെ. അപ്പോൾ നമ്മൾ ചക്കയൊക്കെ അടുത്തിക്കൊണ്ട് വന്നു. ഒരു വിരൽ നിൽക്കുന്ന ഒരു കൈ നിൽക്കുന്നതൊക്കെ ഉള്ളൂ. എങ്കിലും നമുക്ക് അടത്തിയപ്പം സന്തോഷമുണ്ട്. എങ്കിൽ തന്നെ നമ്മളിനി കട്ട് ചെയ്യുമ്പം കൊച്ചുങ്ങളിവിടെ ഇല്ല എന്നുള്ളൊരു വിഷമം അല്ലേ ഉപ്പേ? ഒരു ചുളയെങ്കിൽ ഒരു ചുള എല്ലാവർക്കും കൂടെ കഴിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു സന്തോഷമായിരുന്നു അല്ലേ? ഇനിയിപ്പം വെച്ചോണ്ടിരിക്കാനും ഇതാവുന്നില്ല അല്ലയോ? അതാ, അതുവരെ നമുക്കത് വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. എന്തായാലും ഒരു 4-5 ചുള കാണുമായിരിക്കും. എന്തേ അല്ലേ? നോക്കാം. ഇങ്ങോട്ട് ഈ സൈഡിലൊന്നും ഒന്നുമില്ല. എന്നാലും നിന്നല്ലോ ഇത്രയും നാൾ അല്ലേ? സാധാരണ ഒരു ചക്കയൊക്കെ മുറിക്കാനായിട്ട് കോടാലി വലിയ കത്താളമൊക്കെ വേണം. ഒരു പ്ലാവ് നട്ട് എത്ര കാലം കാത്തിരുന്നല്ല നമുക്കൊരു ചക്ക അടത്താൻ പറ്റുന്നതല്ലേ? ഒരു പ്ലാവ് നട്ടിട്ട് ഇതിപ്പോൾ നമ്മൾ ആകെ കൂടെ എത്ര മാസമായി? ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 5 മാസം കൂടെ നമ്മൾ ചക്ക അടത്തി.
ചക്ക പഴുത്തു. എന്താ വേണമെങ്കിൽ നമുക്ക് കൊണ്ട് കട്ട് ചെയ്യാം. കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നാലേ നമ്മുടെ കൊതി ഇങ്ങനെ നിൽക്കുന്നു. പോകാം. പണ്ട് ഞാനും മെറിനും കൂടെ ക്യാരറ്റിൻ്റെ പിന്നെ വിളവെടുപ്പ് എടുത്ത മാതിരി നിങ്ങൾ ഈ ചക്ക കണ്ടിട്ട് ചിരിക്കരുത്. ചക്ക മുറിക്കുന്ന കാണുമ്പോൾ, ചക്കയുടെ അകം കാണുമ്പോൾ. എന്തായാലും ഞാനൊന്ന് കട്ട് ചെയ്യുവാണേ. ഒരു ചുളയെങ്കിലും നമ്മൾ 4 മാസം കാത്തിരുന്നതിന് വേണ്ടിയിട്ട് കിട്ടിയാൽ മതി. ആ ഉണ്ടോപ്പേ. പപ്പ തന്നെ കഴിക്കുക ആദ്യത്തെ പീസ്. അങ്ങനുണ്ട്? ആണോ? ഞാനും വെച്ച് നോക്കട്ടെ. പപ്പ കഴിച്ചു സൂപ്പറാന്ന് പറയുന്നുണ്ട്. ഇനി ഞാനിവിടെ നിന്ന് കഴിച്ചു നോക്കട്ടെ. സത്യമായിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഇത് കൊച്ചുങ്ങൾക്ക് കൊടുത്തില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്, പാവം. പപ്പ ഇനി എറണാകുളം വരെ പോനാ? പപ്പ റെഡി. അപ്പം നമ്മളെ വിഷമിപ്പിച്ചില്ല. നമുക്ക് ദാണ്ടെ അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ വിചാരിച്ചതിൽ കൂടുതൽ ഫലം കിട്ടി. നമ്മളത് വെട്ടിക്കളഞ്ഞിരുന്നെങ്കിലോ പാവത്തിന്. എന്തായാലും അങ്ങ് നിൽക്കട്ടെ എന്ന് കരുതി. നമ്മൾ ചുളയില്ലേലും കാണാനെങ്കിലും ഒരു ചന്തം ഉണ്ടല്ലോ എന്നൊരു നമ്മൾ നിർത്തി. കുറേ പേര് പറഞ്ഞു ആദ്യത്തെ നിർത്തരുതെന്നൊക്കെ. ആദ്യത്തെ കുഞ്ഞിനെ അങ്ങനെ നശിപ്പിക്കുന്നത് ശരിയല്ല. അതിൻ്റെ ആയുസ് കുറയുമെന്നാണ് പറയുന്നത്. എന്നാലും വേണ്ടിയല്ല. അപ്പം നമ്മുടെ വിയറ്റ്നാം ഏഴിലിപ്ലാവ് നമ്മളെ വിഷമിപ്പിച്ചില്ല കേട്ടോ. നമുക്ക് ഇത്രയും ചക്കപ്പഴം കിട്ടി. ഇനി എന്ത് വേണം ഇതിൽ കൂടുതൽ? ഇത്രയൊക്കെ മതി. നമുക്ക് ആദ്യത്തെ ചക്കയിൽ നിന്ന് നമുക്ക് ടേസ്റ്റ് നോക്കാനുള്ളതായ ചക്ക നമുക്ക് കിട്ടി. ഇപ്പം പപ്പ പറയുന്നത് ഇനി ഇതും കൊണ്ട് എറണാകുളത്ത് പോകണമെന്ന് മക്കളുമാർക്ക് കൊടുക്കാനായിട്ട്. പപ്പ പോന്നോ? പപ്പ പോവും. ചക്കയും കിട്ടി, നമ്മുടെ അമ്മണി ആടിനുള്ള തീറ്റയുമായി. കണ്ടോ? ചത്തപ്പഴം വേണം. ചക്കയെന്ന് പറഞ്ഞ ചാവും. എൻ്റെ ബൗണി കൊച്ചിനും കൂടാ, എൻ്റെ ബൗണിക്കും കൂടാ. ഇനി വാ ബൗണി ചെയ്തിട്ട്. നമ്മുടെ വീട്ടിൽ ചക്കയാണ്. ഷേക്കാൻ്റെ തന്നിട്ടേ ഉള്ളൂ. ഷേക്കാൻ്റെ അവൻ ചക്കയെന്ന് പറഞ്ഞാൽ ചക്ക പ്രാന്തനാണ്. അവൻ അത്ര ഇതില്ലെന്ന് തോന്നുന്നു. വേണ്ട നല്ല ചക്ക കേട്ടോ. നാളത്തെ ചക്കയില്ല, നിങ്ങളൂടെ തിന്നാം. മറ്റവനാ വെപ്രാളം. ബ്രൂണോയ്ക്ക് കൊടുക്കട്ടെ. ചക്കൻ്റെ ചക്കൻ്റെ ഇനി ബൗണിക്ക് കൊടുക്കട്ടെ. ബൗണിക്ക് ഉള്ളു, ഞങ്ങൾക്ക് തന്നെ ഇല്ല കേട്ടോ. പപ്പയ്ക്ക് മക്കളുമാർക്ക് കൊണ്ടുപോകണമെന്ന് കേട്ടോ. മേരനും ഏബേനും ശുഭിനച്ചാച്ചനും ഒക്കെ കൊണ്ട് കൊടുക്കണമെന്ന്. അപ്പം നമുക്ക് ഇത്രയും ചക്കപ്പഴം നമുക്ക് നമ്മുടെ വിയറ്റ്നാം ഏളിപ്ലാവ് ഒരു ചക്ക എടുത്തിയപ്പം കിട്ടി. കണ്ടില്ലേ? എന്ത് സന്തോഷം ഇത് കാണുമ്പം തന്നെ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും ചുള കിട്ടുമെന്ന്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കറുത്തിരിക്കുന്നിടത്ത് നിന്ന് 3-4 ചുള കിട്ടുമെന്നേ പ്രതീക്ഷിച്ചുള്ളൂ. എന്നാൽ ഇത്രയും നമുക്ക് ചക്കപ്പഴം അതിനകത്ത് നിന്ന് നമുക്ക് കിട്ടി. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതേപോലെ വെറൈറ്റി പ്ലാവൊക്കെ വാങ്ങിച്ച് നടാനായിട്ട് ശ്രമിക്കുക. നമ്മളിപ്പം പണ്ടത്തൊക്കെ കൂട്ടാണെന്നുണ്ടെങ്കിൽ എത്ര നാൾ കഴിഞ്ഞിട്ടാണ് നമുക്കൊരു ചക്കയൊക്കെ അടുത്താനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഒരു 4 മാസം കൊണ്ട് നമ്മൾ ചക്ക പഴമായിട്ട് നമ്മൾ വെട്ടി എടുത്തു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.